നമ്മൾ 45,000 രൂപ കൊടുക്കാം ഫൈനൽ. 45 രൂപ. 2005 ഒമിനി ചീപ്പ് റേറ്റ് വെറും 45,000 രൂപ. ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ഡെൻറ്റില്ല. ചിലപ്പോൾ ഒരു ചെളി വാഷ് ചെയ്താൽ മതി. തുടച്ചപ്പോൾ തന്നെ വൃത്തിയാകുന്നുണ്ട്. പൊടി അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ എത്രയും കൊടുക്കാം? 25,000 രൂപ കൊടുക്കാം. 25,000 രൂപയ്ക്ക്. 25,000 രൂപ. മോഡലിൽ കിടന്നാണ്. പെർഫെക്റ്റ് കണ്ടീഷനാണ് വണ്ടി. ഡീസലാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2017 സിംഗിൾ ഓണറാണ്. 175,000 രൂപ കൊടുക്കാം. ഒരു 3,000 രൂപ ലോണും കൊടുക്കാം. വെറും 25,000 രൂപ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് എടുക്കാം. നമുക്ക് 1,30,000 രൂപ കൊടുക്കാം. 1,30,000. 2010 വണ്ടി സിംഗിൾ ഓണർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വീഡിയോ ചെയ്തിരുന്നു. അപ്പം അത്യാവശ്യം സ്റ്റോക്കെല്ലാം മാറി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ക്വാളിറ്റി വണ്ടികൾ അതിനനുസരിച്ചുള്ള വില വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ പലരും നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ കമന്റ് ചെയ്തതിനും പക്ഷേ നിങ്ങൾക്ക് സെയിൽ നടക്കുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വണ്ടികളെല്ലാം മാറി. അല്ല, നമ്മൾ അറിയുന്നവര് നമ്മളടുത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ഏറെക്കുറെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് പറഞ്ഞു പോകാറ്. പിന്നെ വിളിക്കുന്നവരടുത്തും പ്രത്യേകിച്ച് ദൂരെ നിന്ന് വിളിക്കുന്നവരടുത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വിത്ത് ഫോട്ടോ വീഡിയോ എല്ലാം കൊടുത്തിട്ടാണ് അവരെ വരാൻ ശ്രമിക്കാറ്. അപ്പം ഇവിടെ ലൊക്കേഷൻ പറയാം. തിരുവനന്തപുരം കാട്ടാക്കട കിടിയിലാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇവർക്കൂടെ RTO വർക്ക്, ഇൻഷുറൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചേർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഓഫർ കൊടുക്കാൻ പറ്റിയ മാറി തന്നെ തുടങ്ങാമല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെയാണ്? ജസ്റ്റ് വാഷ് ചെയ്യണം. ഫുള്ള് പൊടി അടിച്ച് ഇപ്പോൾ മഴയോട് പെയ്തപ്പോഴത്തേക്ക് അല്പം വണ്ടി വന്നതേ ഉള്ളൂ. നമ്മൾ സർവീസ് ചെയ്തില്ല. അല്ല, മഴ പെയ്തപ്പോൾ പൊടിയായി നമ്മൾ വൃത്തിയായിരിക്കുന്നതാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? അങ്ങനെ 96 മോഡലാണ്. 26 സെപ്റ്റംബർ വരെ പേപ്പർ ഉണ്ട്. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, പഴയ വണ്ടിയാണ്. അതെ. AC ഇല്ലാത്ത വണ്ടിയല്ലേ? AC ഇല്ലാത്ത. ഓക്കെ, വണ്ടി കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഒന്ന് കൈതെളിയാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റേ വരുന്നുള്ളൂ. ഓഫർ വളരെ കുറഞ്ഞ റേറ്റിന് കൊടുക്കാം. ഓക്കെ, ടയർ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. ഓടിച്ച് പഠിക്കാൻ പറ്റും. ഓടാ ഉണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയാണ്. വണ്ടി ഒന്ന് വാഷ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും. വാഷ് ചെയ്തെടുത്താൽ മതി. അഴുക്കായിരിക്കും. കാരണം കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ക്ലിയർ ആവൂല്ലേ? നീറ്റ് ആവും. അങ്ങനെ ബോഡി ഒന്നും ഡെന്റ് ഉള്ളതല്ല. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ഡെന്റ് ഇല്ല. ചിലപ്പം ഒരു ചെളി വാഷ് ചെയ്താൽ മതി. തുടച്ചപ്പോൾ തന്നെ വൃത്തിയാകുന്നുണ്ട്. പൊടി അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ എത്രയും കൊടുക്കാം? 25,000 രൂപ കൊടുക്കാം. 25,000 രൂപയ്ക്ക്. 25,000 രൂപ. എഞ്ചിനെ കണ്ടീഷൻ ആണല്ലോ. 96 വരെ 26 വരെ പേപ്പർ ഉള്ള വണ്ടി. എഞ്ചിനൊക്കെ ഓക്കെയാണ്. വേറെ ഒരു പ്രശ്നം. ഓടുന്ന വണ്ടിയാണല്ലോ. ഓടുന്ന വണ്ടിയാണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത വണ്ടി ഒമിനി. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2005 ഒമിനി. അപ്പോൾ ടെസ്റ്റിന് കുറച്ച് ദിവസമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, MPF ആണോ കാർബറേറ്റർ ആണോ? ഓടിച്ച് മുതലാക്കാൻ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം. MPF ആണോ കാർബറേറ്റർ? MPF ആണ്. 2005 വണ്ടി MPF. വണ്ടി ആവറേജ് ക്വാളിറ്റി ഉള്ളൂ അല്ലേ? മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ കൊള്ളാം. ഓക്കെ, പക്ഷേ ഒരു ചെറിയ പണികൾ ചെയ്തെടുക്കണം. അതെ. ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കണം. നിലവിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം? നമ്മൾ 45,000 രൂപ കൊടുക്കാം ഫൈനൽ. 45 രൂപ. 2005 ഒമിനി ചീപ്പ് റേറ്റ് വെറും 45,000 രൂപ. അപ്പോൾ അടുത്ത വണ്ടി A Star ആണ്. 2009-10 രജിസ്ട്രേഷൻ ആണ്. പുതിയ പേപ്പറാണ്. 2030 വരെ പേപ്പർ ഉള്ള വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. 96,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. ക്വാളിറ്റി വണ്ടി. ഓക്കെ, കമ്പനി സർവീസ് വണ്ടിയാണോ? അതെ. ഓക്കെ, നമ്മളിപ്പോൾ മുമ്പ് ഒരു വീഡിയോ കാണിച്ചത്, കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു. അപ്പം ഓഫർ കുറച്ചുകൂടി വില അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പേപ്പർ വണ്ടി പേപ്പർ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ പുതിയ പേപ്പർ എടുത്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ, വണ്ടി ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ കൊള്ളാം. സീറ്റ് ഒരെണ്ണം ചെറിയ ഡാമേജ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം LX ആകുമ്പോഴത്തേക്കും AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ അല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 1,49,000 രൂപ കൊടുക്കാം. 1,49,000. പുതിയ പേപ്പർ 30 വരെ പേപ്പർ ഉള്ള വണ്ടി സിംഗിൾ ഓണർ. ധൈര്യമായിട്ട് എടുത്ത് പോരുവാണ്. 1,49,000 കൊടുക്കാം. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? നേരത്തെ ചെയ്തിട്ടുണ്ട്. 2005 ആണ്. സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള MPF വണ്ടിയാണ്. 25 ഓഗസ്റ്റ് വരെ പേപ്പർ വരുന്നുണ്ട്. ഓക്കെ, ടയർ കണ്ടീഷനെല്ലാം കൂട്ടാണ്. ടയർ 4 കൊള്ളാം. പുതിയ ടയർ കിടപ്പുണ്ട്. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒക്കെയാണോ? ആണാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഈ കണ്ണ് ബാക്കി കാര്യങ്ങളൊക്കെ ആവറേജ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് മാരുതി 800 MPF എത്ര കൊടുക്കാം? 55,000 രൂപ കൊടുക്കാം. 55. ഇതിൻ്റെ അടുത്ത് 5 വണ്ടി 55 രൂപ. അതെ. അടുത്ത വണ്ടി ഇൻഡിക്ക മൻസ. 2012 ആണ്. 1,00,000 കിലോമീറ്റർ ഓടി. വണ്ടി കൊള്ളാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ. TDI ആണോ ക്വാർട്ടർജെറ്റ് ആണോ? ക്വാർട്ടർജെറ്റ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ബ്രോ ഇതിൻ്റെ? 1,00,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഓക്കെ, വണ്ടി കണ്ടീഷൻ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണോ? നീറ്റ്.
ഓക്കെ. ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് എല്ലാം ക്വാളിറ്റി ഉണ്ട്. ഒരു 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സ്റ്റീറിംഗ് കൊണ്ട് കൺട്രോൾസ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഗുഡാണ്. ടയർ കണ്ടീഷൻ ഏതാണ്ട് എബോവ് 70% ഉണ്ട്. ഓക്കെ. ബോഡി ക്വാളിറ്റി നീറ്റാണല്ലേ? അതെ അതെ, കുഴപ്പമില്ല. വണ്ടി ഓടിക്കാനും കൊള്ളാം, മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. പ്രശ്നമൊന്നുമില്ല. എത്ര കൊടുക്കാം? നമുക്ക് 1,35,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,35,000. അടുത്ത വേണ്ടി i10. i10 2010 സിംഗിൾ ഓണറാണ്. 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ടെസ്റ്റ് സമയമായോ? ടെസ്റ്റ് സമയമായില്ല, ഇനിയുണ്ട് 5-ാം മാസം. 5-ാം മാസം. ഓക്കെ. അപ്പോൾ ഏതാണ്ടായി. ഇവിടെ i10 മാഗ്ന വേരിയൻ്റ് അല്ലേ? മാഗ്ന. ഓക്കെ. വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് ഫാബ്രിക്കാണ് ഉള്ളത്. നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട്. ഇതിനകത്ത് മാഗ്ന ആകുമ്പോഴത്തേക്കും 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, കണ്ടീഷൻ വണ്ടിയാണല്ലോ. സിംഗിൾ ഓണറാണ്, ധൈര്യമായിട്ട് എടുക്കാം. ഇതിന് i10 മൈലേജ് ഒരു 15-നകത്ത് വരൂലേ? അതെ. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 1,30,000 രൂപ കൊടുക്കാം. 1,30,000. 2010 വണ്ടി, സിംഗിൾ ഓണർ, 82,000 കിലോമീറ്റർ. 1,30,000. അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2014 തേർഡ് ഓണർ, 1,10,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ ആണ്. VXI ആണ്. ഓക്കെ. കമ്പനി സർവീസും ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. നീറ്റാണ് വണ്ടി. റീപ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കാര്യങ്ങളൊന്നുമില്ല. VXI വേരിയന്റ് ആണ് സ്വിഫ്റ്റ്. പക്ഷെ നല്ല കളറല്ലേ? അതെ അതെ. സ്ക്രാച്ചോ വണ്ടിയും കൊള്ളാം, അതേമാതിരി ഓടിക്കാനൊക്കെ പക്കയാണ്. ടയർ കണ്ടീഷനും ഗുഡാണ്. ഒരു ആവറേജ് ഒരു 80% ടയറുണ്ട്. വണ്ടിയുടെ ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് കവറുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. VXI ആകുമ്പോഴത്തേക്കും 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഒരു അഡീഷണൽ സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് ഫൈനൽ ഒരു 3,75,000 രൂപ കൊടുക്കാം. ഒരു 3,000 രൂപ ലോണും കൊടുക്കാം. വെറും 25,000 രൂപ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് എടുക്കാം. ഓക്കെ, ശരി. മൈക്ര എങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞത്? 2012 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 52,000 കിലോമീറ്റർ. പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. വണ്ടി നീറ്റ് ആണ് കേട്ടോ, വേറെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. മൈക്ര ബോഡി വണ്ടി ബോഡി നല്ല സ്ട്രോങ് ആണല്ലേ അവരുടെ നിസാൻ്റെ വണ്ടികളൊക്കെ? നീറ്റ് വണ്ടി കേട്ടോ, കാഴ്ചയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എഞ്ചിൻ കണ്ടീഷനും പക്കയാണല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നം. ആക്സസറി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെ ആണല്ലോ? അതെ. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് ഫാബ്രിക്കാണ്. ചെറിയൊരു ഡാമേജ് ഒക്കെ ഉള്ളൂ. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ നിസാൻ മൈക്ര XL എത്ര കൊടുക്കാം? നമുക്കിതൊരു 2,20,000 രൂപ കൊടുക്കാം. 2,20,000. 2012 ഏകദേശം ഒരു 1,60,000 1,70,000 വരെ ലോണും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി ഓൾട്ടോ 2013 ഓൾട്ടോ 800 സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ വന്നിട്ട് 80,000 കിലോമീറ്റർ ഓടി. ഒറ്റ ഓണറേ ആയിട്ടുള്ള 28 വരെ പേപ്പർ വരുന്ന വണ്ടിയാണ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഓടാൻ പറ്റിയ വണ്ടിയാണ്. വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട്. സ്ഥലപരിമിതി കൊണ്ട് അഡ്ജസ്റ്റ് കാണിക്കുന്നത്. LXI ആണല്ലേ? അതെ. ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റിയാണ്. സീറ്റ് കവർ ഉണ്ട്, ആവറേജ് ക്വാളിറ്റിയാണ്. ഓക്കെ. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് വന്നിട്ട് ഫൈനല് 1,70,000 രൂപ കൊടുക്കാം. 2013 ഓൾട്ടോ 800 1,75. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. ലോൺ എത്ര കയറും? 1,000 രൂപയ്ക്ക് മേളിൽ കിട്ടും. അടുത്ത വണ്ടി ഓൾട്ടോ 800. ഓൾട്ടോ 800 2017 ആണ്. സിംഗിൾ ഓണറാണ്. ഫിറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അലോയ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്? കമ്പനി സർവീസും ആണ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. 701 രജിസ്ട്രേഷൻ ആണ്. ട്രിവാൻഡ്രം വണ്ടി. ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റിയാണ്. സീറ്റ് ഫാബ്രിക്കാണ്. അതായത് AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ ഉള്ളൂ? പവർ വിൻഡോ വരുന്നില്ലല്ലോ? പവർ വിൻഡോ ഉണ്ട്, 2 ഡോർ വരുന്നുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്കിതൊരു 2,60,000 രൂപ ഫൈനൽ കൊടുക്കാം. 2-2.25 വരെ ലോണും കിട്ടും. ശരി. അടുത്ത വണ്ടി വെർണ 2007 ആണ്. പക്ഷേ ക്വാളിറ്റി വണ്ടി, കമ്പനി സർവീസ് ജെന്യൂൻ ആണ്. 1,00,000 കിലോമീറ്റർ. തേർഡ് ഓണറായി. അലോയ്സ് ഒക്കെ കമ്പനി അലോയ്സ് എടുത്തിട്ടതാണ്. ഓക്കെ. ഒരു ജെന്യൂൻ കസ്റ്റമറുടെ കിടന്നാണ്. പെർഫെക്റ്റ് കണ്ടീഷനാണ് വണ്ടി. ഡീസലാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ലൈസൻസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഓക്കെ. ഡീസൽ വണ്ടി. കിലോമീറ്റർ 1,00,000 കഴിഞ്ഞു. കമ്പനി സർവീസ് തന്നെയാണ്? അതെ. കമ്പനി അലോയ്സ് ഒക്കെ അഡീഷണൽ മേടിച്ചിട്ടതാണ്.
ഓക്കെ ആ ഹ്യുണ്ടായുടെ ഒറിജിനൽ അലോയ്സ് ഏറെക്കുറെ 40,000 രൂപ അടുപ്പിച്ച് അലോയ്സിന് തന്നെ വില ആയെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, ക്വാളിറ്റി ഉണ്ട്, ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്, അതേപോലെ 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ. വെർണ ഡീസലിൽ എങ്ങനെ മൈലേജ് വരുന്നത്? ഏകദേശം ഒരു 18 മേളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ കണ്ടീഷൻ വണ്ടിയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിതൊരു 1,35,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,35,000. ആ നമ്മുടെ വണ്ടിയല്ല, പാർട്ടിയുടെയാണ് വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ശരി. അടുത്ത വണ്ടി i10. i10 2011 വണ്ടിയാണ്, 11 ലാസ്റ്റാണ്. ഇപ്പോൾ 26 പേപ്പർ ഉണ്ടല്ലേ? ആ പേപ്പറുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. ട്രിവാൻഡ്രം വണ്ടി തന്നെയാണല്ലേ? അതെ. i10 ഏറെയാണല്ലേ വേരിയന്റ് പറഞ്ഞത്? അതെ അതെ. ഓക്കെ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല, വണ്ടി കണ്ടീഷൻ. ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ്, ഈ കണ്ണ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ ഏറെയാകുമ്പോൾ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ആ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 1,35,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,35,000. ആ ഓക്കെ അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ 2009 ആണ്. ആ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, പുതിയ പേപ്പറാണ്, 29 വരെ പേപ്പറുള്ള AC വണ്ടി. ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 89,000 കിലോമീറ്റർ ഓടി. സർവീസ് എങ്ങനെയാണ്, പുറത്താണോ കമ്പനിയാണോ? അതെ കമ്പനി സർവീസ് ആണോ? വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. AC എല്ലാം വർക്കിംഗ് ആണ്? AC മാത്രമല്ലേ ഉള്ളൂ? അതെ അതെ AC മാത്രമേ ഉള്ളൂ. ഓക്കെ അവരുടെ ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ, സീറ്റ് വർക്ക് നല്ല വൃത്തിയായിട്ടുണ്ട്. ഓക്കെ അപ്പം ഓൾട്ടോ LX എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് ഫൈനൽ 95,000 രൂപ കൊടുക്കാം. 29 വരെ പേപ്പറുള്ള ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. അടുത്ത വണ്ടി നാനോ. 2014 ആണ്. ആ വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ, പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്ന വണ്ടി. നാനോ ടെസ്റ്റ് ആണല്ലേ? അതെ. ഓക്കെ വണ്ടി കണ്ടീഷൻ എങ്ങനെ ഉണ്ട്? പക്കയാണല്ലോ? ആ നീറ്റാണ്. ഓക്കെ ഇവരുടെ ഇന്ത്യൻ കണ്ടീഷൻ ഒക്കെ നീറ്റാണ് കേട്ടോ. നാനോ ടെസ്റ്റ് ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടി അല്ലേ? അതെ അതെ. AC വർക്കിംഗ് ആണല്ലോ? ആ വർക്കിംഗ്. ബ്രോ അതിന്റെ ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര? ഓണർഷിപ്പ് തേർഡ് ആണ്, 62,000 കിലോമീറ്റർ. ഓക്കെ വണ്ടി കണ്ടീഷൻ ആണല്ലോ? കുഴപ്പമില്ല, കണ്ടീഷനാണ്. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 1,02,000 രൂപ കൊടുക്കാം ഫൈനൽ. 1,2. 2006 സാൻഡ്രോ, നല്ല ക്വാളിറ്റി ഉണ്ട്, ടയർ കണ്ടീഷൻ, മെക്കാനിക് കണ്ടീഷൻ, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. 2026 ഒരു പേപ്പർ ഉണ്ട്. 26 പേപ്പർ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലാഖ് അടുപ്പിച്ച് ഓടി. ഓക്കെ വണ്ടി കണ്ടീഷൻ ആണല്ലോ? അതെ. വണ്ടിയുടെ ഇന്ത്യയുടെ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്, സീറ്റ് ഓറുണ്ട്, ഒരു കുഴപ്പമില്ല, ആവറേജ് ക്വാളിറ്റി ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ. AC വർക്കിംഗ് ആണല്ലോ? ആ വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെ എത്രയ്ക്ക് കൊടുക്കാം സാൻഡ്രോ? നമുക്കിതൊരു 75 രൂപ ഫൈനൽ ഇട്ടേ കൊടുക്കാം. 75,000 രൂപ. 2006 വണ്ടി. ഓക്കെ ഇത് വേരിയന്റ് വരുന്നത് എക്സോ ആണെന്ന് തോന്നുന്നു. അതെ. അടുത്ത വണ്ടി സാൻഡ്രോ 2009 സാൻഡ്രോ, പുതിയ പേപ്പർ, തേർഡ് ഓണർ, 29 വരെ പേപ്പർ ഉള്ള വണ്ടി, ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. എത്രയാണ് വണ്ടി? തേർഡ് ഓണർഷിപ്പ് ആയല്ലേ? അതെ അതെ. ഓക്കെ വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? നല്ല കണ്ടീഷനാണ്, 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്, ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ ടയർ കണ്ടീഷനൊക്കെ ഗുഡാണ്, വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല ഇല്ല. ഓക്കെ ഇതും ഇന്ത്യയുടെ കണ്ടീഷൻ കാണുന്ന ക്വാളിറ്റിയാണ്, നീറ്റാണ്, സീറ്റ് ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ഇതിനകത്തും AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വരുന്നുണ്ട്. AC വർക്കിംഗ് ആണ്? ആണ്. ഓക്കെ എത്രയ്ക്ക് കൊടുക്കാം വണ്ടി? 99,000 രൂപ കൊടുക്കാം ഫൈനൽ. 99,000 രൂപ കൊടുക്കാം. പുതിയ പേപ്പർ, 29 വരെ പേപ്പർ ഉള്ള, പവർ സ്റ്റിയറിംഗ് AC, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. 2009 വണ്ടി. അതെ. ഓക്കെ അപ്പോൾ മാരുതി സെൻ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സെന്ന് 2004 VXI ആണ്, സെക്കൻഡ് ഓണർ ആണ്. വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. MBFI ആണോ? കാർബൺ? MBFI ആണ്, പോരാത്തതിന് 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. VXI ആണല്ലേ വേരിയന്റ്? പവർ സ്റ്റിയറിംഗ് AC, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഓക്കെ ടയർ കണ്ടീഷൻ ആവറേജ്, ഫ്രണ്ട് കൊള്ളാം, ബാക്ക് ആവറേജ് ആണ്. ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ബ്രോ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, കിലോമീറ്റർ 80 കഴിഞ്ഞു. പക്ഷേ ഇന്റീരിയർ ഫാബ്രിക് ആണ് നടക്കുന്നത്, പക്ഷേ സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടല്ലേ? അതെ വൃത്തിയുണ്ട്. ഈ VXI സെൻ ആകുമ്പോഴത്തേക്കും 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ അപ്പോൾ സെന്ന് 2004 വണ്ടി, MBFI AC. MBFI 29 വരെ പേപ്പർ ഉള്ള വണ്ടി. കണ്ടീഷൻ വണ്ടിയാണല്ലോ? അതെ അതെ. എത്രയ്ക്ക് കൊടുക്കാം? 1,05,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 1,5. 1,5-ന് 29 വരെ പേപ്പർ ഉള്ള സെറ്റ്. ഓക്കെ